നമസ്കാരം, സുജി കുഴുമ്പിലാണ്. ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണുള്ളത്. അപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ വടക്കുംനാഥ ക്ഷേത്രം കാണാതെ പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തിയതാണ്. ഓണത്തോടനുബന്ധിച്ച് വലിയ പരിപാടികളാണ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത്. അതൊക്കെ എന്താണെന്നൊക്കെ നോക്കാം. കൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ചെറിയ ചരിത്രവും വിശേഷങ്ങളും ഒക്കെ ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഗോപുര വാതിലിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പതുക്കെ അങ്ങോട്ട് നടന്നു പോവുകയാ. എപ്പോഴെങ്കിലും തൃശൂർ വരികയാണെങ്കിൽ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ സമീപത്തൊക്കെ വന്ന് അല്പനേരം നിങ്ങൾ ചിലവഴിക്കണം കേട്ടോ. വളരെ ശാലീന സുന്ദരമായ ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രത്തിന്റെ സമീപം. തൃശൂർ നഗര ഹൃദയത്തിലുള്ള ഒരു ചെറിയ കുന്നായ തേക്കിൻകാട് മൈതാനത്തിന്റെ ഒത്ത നടുവിലാണ് ഈ വടക്കുംനാഥ ക്ഷേത്രം. അതിന്റെ സമീപത്തൊക്കെ നമുക്ക് നോക്കാം. ഞാൻ വന്നതൊരു ഓണക്കാലത്താണ്. ഇഷ്ടംപോലെ തെരുവ് കച്ചവടക്കാരുടെ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായ കളിപ്പാട്ടങ്ങളുടെ ഇഷ്ടംപോലെ കാഴ്ച. പിന്നെ ഇവിടെ നേരിയതും ഒരു വലിയ ശേഖരത്തിന്റെ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി കച്ചവടക്കാരൻ ഇരിപ്പുണ്ട്. ആളെന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതാ പിന്നെ കളിപ്പാട്ടങ്ങളുടെ കമനീയ ശേഖരം. നല്ല രസമാണ് കേട്ടോ. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് പാറമേക്കാവ് ദേവീക്ഷേത്രത്തിലേക്കാണ്. ഇത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ആ തേക്കിൻകാട് മൈതാനത്തുനിന്ന് നേരെ നോക്കിയാൽ റോഡ് കടന്നാൽ പാറമേക്കാവ് ദേവീക്ഷേത്രമായി. പൂരം നടത്തിപ്പിലെ ഒരു പ്രധാന ദേശക്കാരാണ് പാറമേക്കാവ്. അതുപോലെ തന്നെ മറ്റൊരു പൂരം നടത്തിപ്പുകാർ തിരുവമ്പാടി ദേവസ്വമാണ്. അത് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. അങ്ങോട്ട് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നില്ല. ഇതാണ് പാറമേക്കാവ് ദേവീക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രത്തിന് നേരെ അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രം. നമുക്ക് കാണാം. ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ റോഡ് കടന്ന് നേരെ കാണുന്നത് വടക്കുംനാഥ ക്ഷേത്രമാണ് അങ്ങകലെ. ഇവിടെയാണ് പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് കേട്ടോ. ഇലഞ്ഞിത്തറ മേളവും അതുപോലെ തന്നെ കുടമാറ്റവും എല്ലാം ഈ വലിയ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. പൂരം നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം പൂരം കാണാൻ വന്നപ്പോൾ പൂരമെല്ലാം അലങ്കോലമായി പോയിരുന്നു. അതിന്റെ വിഷമങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട്. വടക്കുംനാഥന്റെ ചരിത്രം പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ തേക്കിൻകാട് മൈതാനമൊന്ന് നടന്നു കണ്ടാലോ? വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു വലിയ തേക്കിൻ കാടായിരുന്നു. ഈ ക്ഷേത്രത്തിന് സമീപമെല്ലാം തേക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് തേക്കിൻകാട് എന്ന പേര് വന്നത് തന്നെ. ഇപ്പോൾ തൃശ്ശൂരുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ തേക്കിൻകാട് മൈതാനം. ആളുകൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ വന്ന് സമയം ചെലവഴിക്കാം. നേരം പോക്കുകളിൽ ഏർപ്പെടാം. നിരവധി ആളുകൾ അങ്ങനെ പല രീതിയിൽ ആനന്ദിക്കുന്നവരെ ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സംഘം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ പണം വെച്ചുള്ള ചീട്ടുകളിയല്ല കേട്ടോ. നേരം പോക്കിനുള്ള
ചീട്ടുകളി സംഘങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തും ഈ തേക്കിൻകാട് മൈതാനിയിൽ ഇരിക്കുന്ന കാണാം. അവരുടെ കൂടെ കാണാൻ ആളുകളും. അതിനുശേഷം നമ്മൾ തേക്കിൻകാട് മൈതാനത്ത് തന്നെയുള്ള നെഹ്റു പാർക്കിലേക്കാണ് പോകുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ നെഹ്റു പാർക്ക് അതിഗംഭീരമായ ഒരു പാർക്കാണ്. യാതൊരുവിധ ഫീസും ഈടാക്കാതാണ് ജനങ്ങളെ ഇങ്ങോട്ട് കയറ്റുന്നത്. കുട്ടികൾക്കുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ മനോഹരമായി ഈ പാർക്ക് സൂക്ഷിക്കുന്നു എന്നത് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ച് കടുത്ത വെയിലൊക്കെ ഉള്ളപ്പോൾ തൃശ്ശൂരുകാർക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിൽ വരുന്ന ആളുകൾക്ക് ഈ പാർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. നല്ല പച്ചപ്പ്, അവിടെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രതിമ, ബാക്കി സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പരിചരിക്കുന്നു. നല്ല പച്ചപ്പ്, ഇഷ്ടംപോലെ ആളുകൾക്ക് ഇരിക്കുവാനുള്ള സിമന്റ് ബെഞ്ചുകൾ, മറ്റ് ഇരുമ്പ് ബെഞ്ചുകൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ കുറച്ചുനേരം ഇവിടെ വിശ്രമിച്ചു കേട്ടോ, ഉച്ച സമയത്ത് വന്നതുകൊണ്ട്. ഇനി അല്പം വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കാം. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവാലയങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുകളുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനമടക്കം ഈ ക്ഷേത്ര സ്വത്ത് ഏകദേശം 200 ഏക്കറാണ് കേട്ടോ. വടക്കുനാഥ ക്ഷേത്രം നിർമ്മിച്ചത് പന്തിരുകുലത്തിലെ പെരുന്തച്ഛനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന്റെ അടുത്തേക്കാണ് എത്തിയത്. ഇത് യഥാർത്ഥത്തിൽ ക്ഷേത്രമല്ല കേട്ടോ, ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന്റെ വീഡിയോയാണിത്. ഇതിന്റെ ഉള്ളിലാണ്, നാലുകെട്ടിനകത്താണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം. അങ്ങോട്ട് നമുക്ക് ക്യാമറയുമായി ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ ഈ വീഡിയോകൾ പകർത്തുകയാണ്. ഇതിലൂടെയാണ് അകത്തേക്ക് ജനങ്ങൾ പ്രവേശിക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് പടിഞ്ഞാറേ കവാടമാണ്. പടിഞ്ഞാറേ കവാടത്തിൽ കൂടിയാണ് എല്ലാ ദിവസവും പ്രവേശനം. പിന്നെയും കുറച്ച് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുണ്ട് കേട്ടോ. 1300 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ നാടിനെക്കുറിച്ച് ശിവപെരുമാളിന്റെ സ്ഥലം എന്ന അർത്ഥത്തിലാണ് തൃശ്ശിവപ്പേരൂരും പിന്നീട് അത് ലോപിച്ച് തൃശ്ശൂരും ആയിത്തീർന്നത്. 4 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിന്. അതിൽ എല്ലാ സ്ഥലത്തുകൂടിയും പ്രവേശനമില്ല. പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ മാത്രമേ ദിവസേന ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. മറ്റു ഗോപുരങ്ങൾ ഉത്സവകാലങ്ങളിൽ മാത്രമേ തുറക്കുകയുള്ളൂ. ഇതൊക്കെയാണ് വടക്കുനാഥന്റെ വിശേഷങ്ങൾ. അപ്പോൾ വടക്കുനാഥ ക്ഷേത്രം, തേക്കിൻകാട് മൈതാനം, നെഹ്റു പാർക്ക്, ചീട്ടുകളി, അങ്ങനെ പലതും നമ്മൾ കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.